ഏറ്റവും നല്ല രീതിയിൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വന്ന ആറ്റുകാൽ പൊങ്കാല ഇക്കൊല്ലത്ത് വളരെ ഭക്തി നിർഭരപൂർവ്വം വളരെ സന്തോഷകരമായി സമാധാനകരമായി നടക്കുകയും വന്ന ഭക്തജനങ്ങളൊക്കെ തന്നെ അവർ സന്തോഷത്തോടെ മടങ്ങി പോവുകയും ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷനും ആറ്റുകാൽ ക്ഷേത്ര ട്രസ്റ്റും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും പൊതുസമൂഹത്തിലെ വിവിധ സംഘടനകൾ, സാമുദായിക സംഘടനകൾ, ഇസ്ലാമിക ക്രൈസ്തവ ആരാധനാലയങ്ങൾ, സന്നദ്ധ സംഘടനകൾ, അതോടൊപ്പം റെസിഡൻസ് അസോസിയേഷനുകൾ, മാധ്യമപ്രവർത്തകർ എല്ലാവരെയും അവരുടേതായ പങ്ക് നിർവഹിച്ചു തന്നെയാണ് ഈ പൊങ്കാല ചരിത്രത്തിൻ്റെ ഭാഗമാക്കാൻ സാധിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഘട്ടം കഴിഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നപ്പോൾ പൊങ്കാല വളരെ നല്ല രീതിയിൽ നടത്തിയതിന്, അല്ലെങ്കിൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, അതിൻ്റെ മുന്നൊരുക്കങ്ങൾ, സംഘാടനം ഒക്കെ നടത്തിയ എല്ലാ ഘടകങ്ങളെയും പല ഭാഗങ്ങളിൽ നിന്നും അനുമോദിക്കുകയുണ്ടായി. അതിൽ പ്രധാനമായും അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിൽ കോർപ്പറേഷന് ഒരു പങ്കുണ്ട്. അത് ഇപ്പോൾ മാത്രമല്ല, വർഷങ്ങളായി ജനത്തിരക്ക് കൂടുന്നതനുസരിച്ച് കോർപ്പറേഷന് അതിൻ്റെ ഉത്തരവാദിത്വം കൂടും. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല സുസ്ഥിരമായ സേവനം വഹിക്കുന്ന ഒരു വകുപ്പാണ് പോലീസ്. യാതൊരു പരാതിക്ക് ഇടവരാതെ പോലീസ് സംവിധാനം അത് കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഠിനാധ്വാനം ചെയ്ത മേഖലകളിലൊക്കെയുള്ള സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെ വലിയ പിന്തുണയാണ് കിട്ടുന്നത്. അത് 1-2 ദിവസം കഴിയുമ്പോഴേക്കും അത് കൂടി വരികയാണ്. ഇന്നലെയൊക്കെ സിനിമാ, സാംസ്കാരിക, സാഹിത്യ ലോകത്തുനിന്നുൾപ്പെടെ തിരുവനന്തപുരം കോർപ്പറേഷനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കത്തുകളും ടെലിഫോൺ കോളുകളും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെയുള്ള കുറിപ്പുകളൊക്കെ വരികയുണ്ടായി. സ്വാഭാവികമായിട്ടും കോർപ്പറേഷന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് NDA ആണ്. NDAക്ക് നേതൃത്വം കൊടുക്കുന്നത് BJP ആണ്. അതിൽ അസ്വസ്ഥത പൂണ്ട ചില സോഷ്യൽ മീഡിയ സംഘങ്ങളും അതോടൊപ്പം തന്നെ ചില മുതിർന്ന നേതാക്കന്മാരും തെറ്റായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ആറ്റുകാൽ പൊങ്കാലയുടെ വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന സമീപനങ്ങൾ എടുക്കുകയാണ്. അത് അങ്ങേയറ്റം തന്നെ പ്രതിഷേധാർഹമാണ്. കോർപ്പറേഷന്റെ ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. സഹകരിച്ചവരൊക്കെ തന്നെ നന്ദിയും രേഖപ്പെടുത്തി. കോർപ്പറേഷന് ശുചീകരണമാണ് കോർപ്പറേഷൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്ന്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരമ്പരാഗതമായി നടത്തുന്ന ശുചീകരണ പ്രവർത്തനം എവിടെയൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ തന്നെ റെക്കോർഡ് വേഗതയിൽ, ഞാൻ അടിവരയിട്ട് പറയുന്നു, റെക്കോർഡ് വേഗതയിൽ 2:30 മണിക്ക് ആരംഭിച്ചു. 8:30 മണിയായപ്പോഴേക്കും പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ തന്നെ ശുചീകരണം പൂർത്തിയാക്കി റോഡ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിൽ ഇത്തവണത്തെ ഒരു പ്രത്യേകത, പൊങ്കാല ഇടാൻ കൊണ്ടുവന്ന വിറകും അതുപോലെ തന്നെ അത്തരത്തിലുള്ള മാലിന്യങ്ങൾ മാറ്റുന്നതോടൊപ്പം തന്നെ ചുടുകല്ലും ഞങ്ങൾ അതേ സമയത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷമൊക്കെ തന്നെ ഒരാഴ്ചക്കപ്പുറം ചുടുകല്ല് ഫുട്പാത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെയുള്ള പത്രസമ്മേളനം അത് പറയാത്തതാണ്. ഇന്നൊരു സാഹചര്യം മാറിയതുകൊണ്ടാണ് പറയുന്നത്. എന്നാൽ ഇത്തവണ വിറകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റുന്നതോടൊപ്പം തന്നെ ചുടുകല്ല് മാറ്റിയിരുന്നു. പ്ലാസ്റ്റിക് പ്രത്യേകം തരംതിരിച്ച് മാറ്റിയിരുന്നു. അപ്പോൾ വിറകും മറ്റു മാലിന്യങ്ങളും മാറ്റിയ കൂട്ടത്തിൽ ചുടുകല്ലും മുഴുവനും ചാല ബോയ്സ് സ്കൂളിൽ എത്തിച്ചിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ജനത്തിരക്ക് കൂടുതലായിരുന്നു. തൊഴിലാളികളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. ടിപ്പറുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. ഒരു 1 മണിക്കൂർ ഡിലേ വന്നത് റോഡ് ബ്ലോക്ക് കൂടുതലായതുകൊണ്ട് ടിപ്പറുകൾ അൺലോഡ് ചെയ്തിട്ട് വരാനായിട്ട് സമയം കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഓരോ ടിപ്പർ 20 മിനിറ്റ് 30 മിനിറ്റ് കൂടുതൽ എടുത്തതിൻ്റെതായ ഒരു ഡിലേ കുറച്ച് സമയമുണ്ട്. പക്ഷേ രാത്രി 8:30യോടുകൂടി പ്രധാനപ്പെട്ട റോഡൊക്കെ തീർന്നു. ആറ്റുകാലിനെ സംബന്ധിച്ച് അവിടെ പൊങ്കാല കഴിഞ്ഞിട്ടാണ് ദേവിയുടെ എഴുന്നള്ളത്ത് ആ പ്രദേശങ്ങളിലെ ഇടറോഡുകളിലൊക്കെ പോകുന്നത്. അപ്പോൾ അവിടെ ദേവിയുടെ എഴുന്നള്ളത്തിന് ശേഷം വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട് കുറച്ചുകൂടി, ആ ദേവി പോകുന്ന സ്ഥലത്തൊക്കെ തന്നെ കുത്തിയോട്ടം കഴിഞ്ഞിട്ട്. അപ്പൊ അതെല്ലാ കാലവും ഈ ഇടറോഡുകളിൽ കുത്തിയോട്ടം കഴിഞ്ഞിട്ടില്ലേ പറ്റുള്ളൂ. കുത്തിയോട്ടം പോകുമ്പോഴേക്കും അർപ്പിക്കുന്ന പുഷ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കുത്തിയോട്ടം കഴിഞ്ഞിട്ടില്ലേ മാറ്റാൻ പറ്റുള്ളൂ. ഇന്നസെന്റ് ഒരു സിനിമ പറഞ്ഞല്ലോ, കുറച്ചുകൂടെ നേരത്തെ പുറപ്പെടണമെന്ന് ചോദിച്ചതുപോലെ കുത്തിയോട്ടത്തിന് അർപ്പിക്കുന്ന പുഷ്പങ്ങൾ കുത്തിയോട്ടത്തിന് മുമ്പ് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോ അതിനുശേഷം മാറ്റി. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് നിർവഹിക്കേണ്ട കാര്യങ്ങൾ നിർവഹിച്ചു. മറ്റൊന്ന് നമുക്കറിയാം, ആറ്റുകാൽ ട്രസ്റ്റിന് അവിടെ കുറച്ച്
കൂടുതൽ കോമ്പൗണ്ട് ഉണ്ട്. അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, അവിടെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ മാറ്റുന്ന അവരാണ്. ഉത്സവം കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ ഇപ്പോൾ ട്രസ്റ്റിന്റെ സെക്രട്ടറി എനിക്കൊന്ന് 2 ചാനലുകളോട് അദ്ദേഹം അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ പ്രദേശത്തെ എല്ലാ വർഷവും ഇതൊക്കെ മാറ്റുന്നത് അവർ തന്നെയാണ്. അത് 2-3 ദിവസം കഴിഞ്ഞ് ഉത്സവത്തിന്റെ പൂവെല്ലാം ബാക്കി എല്ലാ ചടങ്ങുകളും പൂർത്തിയായതിനു ശേഷം 1-2 ദിവസം കഴിഞ്ഞ് അവർ തന്നെ മാറ്റണം. ഞങ്ങളോട് പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടെങ്കിൽ ഒരു 10-20-25 കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ പ്രദേശവും വൃത്തിയാക്കി ഞങ്ങൾക്ക് അവിടുത്തെ ഒരു 1/2 ഏക്കർ അല്ല കുറച്ച് പൂ മാറ്റാൻ വേണ്ടി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ അതിന് അവരുടെ പ്രോപ്പർട്ടിക്കകത്ത് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ക്ഷേത്ര ട്രസ്റ്റ് തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്വം ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തനം നേരത്തെ നടന്നു. നിർമ്മാണ പ്രവർത്തനം കോർപ്പറേഷന്റെ കൺട്രോളിലല്ല. അവരുടെ കല്യാണ മണ്ഡപവും അവിടുത്തെ പ്രതിമ നിർമ്മിക്കുന്നതും ഒക്കെ തന്നെ അവർ ചെയ്യുന്നതാണ്. അപ്രതീക്ഷിതമായി മഴ വന്നപ്പോഴേക്കും അവിടെ കുറച്ച് വെള്ളം ഉയർന്നു. അപ്പോൾ പലരും സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് ഇത് കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ട്രസ്റ്റിന്റെ ഭാരവാഹികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യേണ്ടത് ഞങ്ങളാണ് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ് എന്ന് അവർ തന്നെ പറഞ്ഞു. അപ്പോൾ കോർപ്പറേഷൻ നടത്തേണ്ട ഉത്തരവാദിത്വം 100% നിർവഹിച്ചിട്ടുണ്ട്. അതിൻ്റെ പൊങ്കാലയുടെ ശോഭ കളങ്കപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അത് ജനങ്ങൾ തിരസ്കരിക്കും. മാത്രവുമല്ല, ഇത്തരത്തിൽ മനോഹരമായി നടന്ന ഒരു ആചാരത്തെ കേവലം രാഷ്ട്രീയ താല്പര്യം വച്ചുകൊണ്ട് ചിലപ്പോൾ ഇപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ടായിരിക്കും ചിലർക്ക് രംഗത്തിറങ്ങുന്നത് വച്ചുകൊണ്ട് വിവാദത്തിലേക്ക് വലിച്ചു വയ്ക്കുന്നത് ആരോഗ്യകരമല്ല. അതിൽ നിന്നും പിന്മാറണം, അത് അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്.